പാലക്കാട് ചിറ്റൂരില് ഒരു ശിവസ്വാമിയുണ്ട്. അങ്ങേര് കൊറോണ വൈറസിന് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ലോകം കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് ഇതിനെന്തെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാള് ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ആത്മീയ മരുന്നാണ്. ഇയാൾ ആരെങ്കിലും നേരിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പിടിച്ച് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഏൽപ്പിക്കേണ്ടതുണ്ട്. കൊറോണ ബാധിച്ച് ആരോടും പറയാതിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാകാം. സാധ്യതകൾ ഏറെയാണ്. കാരണം അതുപോലെയുള്ള റിപ്പോർട്ടുകളാണല്ലോ വരുന്നത്. ഇതുപോലെ ആത്മീയ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇയാളുടെ അടുത്ത് പോയിട്ട് ഈ ചികിത്സാ രീതി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശിവസ്വാമിക്കും നിലവില് ആ കൊറോണ വൈറസ് ബാധിക്കുകയും ഈ പറഞ്ഞ ആൾക്കും ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ശിവസ്വാമിയിൽ നിന്ന് നിരവധി ആളുകളിലേക്ക് ഈ വൈറസ് പടർന്നു പിടിക്കാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഇയാളെ കാണുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് ഒന്ന് ഏൽപ്പിക്കുക. ഇയാളുടെ ചിത്രങ്ങൾ ഞങ്ങൾ തന്നെ പുറത്തുവിടാം. ഇയാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 108 കാഞ്ഞിരമരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമകൾ, അത് പുരുഷന്മാരുടേതുമുണ്ട് സ്ത്രീകളുടേതുമുണ്ട്. ഇതിലേക്ക് മഹാമൃത്യുഞ്ജയ ഹോമം പ്രകാരം ഇതിലേക്ക് കൊറോണ വൈറസിനെ വഹിപ്പിക്കുകയാണ്. കൊറോണ വൈറസിനെ വഹിപ്പിച്ചതിന് ശേഷം ഒരു ഹോമം നടത്തുന്നു. ആ ഹോമം എന്ന് പറയുന്നത് ഈ കാഞ്ഞിരക്കുറ്റിയിലുള്ള കാഞ്ഞിരക്കുറ്റികളെ കത്തിക്കുക. അതായത് കാഞ്ഞിരക്കുറ്റിയെ തീയിലിട്ട് കത്തിച്ചതിന് ശേഷം ഇയാള് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനോട് പറഞ്ഞു, എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി കേരളത്തിൽ കൊറോണയില്ല, ഈ ഇന്ത്യ രാജ്യത്ത് കൊറോണയില്ല, ലോകത്ത് കൊറോണയില്ല. 41 ദിവസം ഒന്ന് ക്ഷമിച്ചു നിന്നാൽ മതി. 41 ദിവസത്തിന് ശേഷം കൊറോണ എന്ന് പറയുന്ന മഹാവിപത്തിനെ ഈ ലോകത്ത് തന്നെ കാണുകയില്ലാതെ അയാൾ ചികിത്സ നടത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാഞ്ഞിരക്കുറ്റികളൊക്കെ തീയിലിട്ടതിന് ശേഷം ഇയാള് തിരുവല്ലാമല ഹൈവർ മഠത്തിൽ കൊണ്ടുപോയിട്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനെ നിമഞ്ജനം ചെയ്തു പോലും. അവിടത്തേക്ക് ഏകദേശം 100% കംപ്ലീറ്റ് ആയി. ഇനി കൊറോണയല്ല, ഇനി ഏത് വൈറസും ഈ കേരളത്തിലേക്ക് വരില്ല എന്നാണ് ഈ ശിവസ്വാമി പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള ആളുകളെ ആരും വിശ്വസിച്ചു പോകരുത്. കാരണം ഇത് വലിയ അപകടത്തിലേക്കാണ് ഇവന്മാർ നമ്മളെ കൊണ്ടെത്തിക്കുന്നുള്ളത്. അതിനാലാണ് ഇത്രയും വലിയ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായിട്ടുള്ളത്. അതിനാൽ ഇയാളെപ്പോലെയുള്ള ആൾ ദൈവങ്ങളെ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ രോഗം പടരുന്നതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സാധിക്കും. അതിനാൽ ജാഗ്രത പാലിക്കുക. ഇത്തരം ആളുകളിൽ നിന്നും പ്രത്യേകമായി നിങ്ങൾ ജാഗ്രത പാലിക്കാൻ ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.